2023 ഒക്ടോബറിലാണ് ഇസ്രായേലിന് നേർക്ക് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്ന് ബന്ദികളാക്കിയവരെ എല്ലാവരെയും മോചിപ്പിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ബന്ദിമോചനം വൈകുന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയരുന്നത്. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിച്ച് ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ്. ബന്ദികളിൽ ഒരാളുടെ വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ പുറത്തുവിട്ടത് ഹമാസിൻ്റെ സായുധ വിഭാഗമാണ്. സൈനികനായ ലിറി അൽബാഗിൻ്റെ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണിത്. തൻ്റെ മോചനം ഉറപ്പാക്കാൻ ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ഹീബ്രു ഭാഷയിൽ ആവശ്യപ്പെടുന്നതാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്നാണെന്ന് വ്യക്തമല്ല. ഗസ അതിർത്തിയിലെ നഹാസ് ഓസ് താവളത്തിൽ നിന്നാണ് ഹമാസ് അൽബാഗിനെ പിടികൂടിയത്. അൽബാഗിൻ്റെ കൂടെ പിടികൂടിയ 6 സൈനികരിൽ 5 പേർ നിലവിൽ ഹമാസിൻ്റെ തടവിൽ തുടരുകയാണ്. വീഡിയോ പുറത്തു വന്നതോടെ ബന്ദിമോചന ആവശ്യം ഇസ്രായേലിൽ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നു. ഏറെ വൈകാരികമായ പ്രതികരണവുമായി ബന്ദികളുടെ കുടുംബങ്ങൾ രംഗത്ത് വന്നു. അതോടെ ബന്ദികളെ നാട്ടിലെത്തിക്കാൻ ഇസ്രായേൽ പരിശ്രമം തുടരുകയാണെന്ന മറുപടിയുമായി നെതന്യാഹുവും എത്തിയിട്ടുണ്ട്. ഇസ്രായേലികളെ ദ്രോഹിക്കുന്നവർ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നെതന്യാഹു നൽകി. വീഡിയോ പുറത്തുവിട്ടത് ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടയിൽ ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. 2 ദിവസത്തിനിടെ 100-ലധികം പേരെ കൊലപ്പെടുത്തിയ വിവരം പുറത്തുവിട്ടത് ഇസ്രായേൽ സൈന്യം തന്നെയാണ്. എന്നാൽ മരിച്ചവരെല്ലാം ഹമാസ് ഭീകരരാണെന്നാണ് സൈന്യം പറയുന്നത്. വെടിനിർത്തലിനായി ഖത്തറിൻ്റെ മധ്യസ്ഥതയിൽ തലസ്ഥാനമായ ദോഹയിൽ ചർച്ച നടക്കാനിരിക്കെയാണ് ഗസയിലെ കൂട്ടക്കുരുതി. ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കും മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ശ്രമം. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട്. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയാണ്. ഇസ്രായേലിൽ നിന്ന് മൊസാദ് സംഘം ഉടൻ ദോഹയിലെത്തും. ഹമാസ് അംഗീകരിച്ച വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഗസയിൽ 3 ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിനാണ് ചർച്ച നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും 42 ദിവസം വീതമായിരിക്കും വെടിനിർത്തൽ. ആദ്യഘട്ടത്തിൽ തെക്കൻ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങും. രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ 33 ബന്ദികളെ ഹമാസ് ഇക്കാലയളവിൽ മോചിപ്പിക്കും. 2ാം ഘട്ടത്തിൽ ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങും. ബാക്കിയുള്ള ബന്ദികളെ കൂടി ഹമാസ് ഇക്കാലയളവിൽ വിട്ടു നൽകും. 3ാം ഘട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ആരംഭിക്കും. ഹമാസ് അംഗീകരിച്ച ഈ കരട് ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ചർച്ചകൾ നടക്കുന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത്.